മുഖ്യധാര മാപ്രകളുടെ പാവം പാവം പ്രതിപക്ഷ നേതാവിന്റെ അടുത്തൊരു വീഡിയോ എത്തിയിട്ടുണ്ട്. ഹുങ്കാണെന്നൊന്നും പറഞ്ഞു കളയല്ലേ, കുടുംബത്തിൽ പറഞ്ഞതാണ്, മേനോൻ തറവാട്ടിലുള്ളതാണ്. അതുകൊണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ സൽസ്വഭാവമാണ്, വിനയമാണ്, ധാർഷ്ട്യമില്ലായ്മയാണ്, ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ്. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അതിനുള്ള അധികം നിങ്ങൾ നിർത്തി. നിങ്ങളോട് ഒരു ചോദ്യത്തിനും മറുപടിയില്ല. ഇതാണ് പരിപാടി. കൈരളിക്ക മീറ്റിംഗ് കലക്കാൻ വേണ്ടി അല്ലല്ല, ഞാൻ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനും മറുപടി പറയുന്നതിന്റെ ഇടയിൽ കയറി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അധികാരമില്ല. ഞാൻ ചൂടാക്കിയിട്ട് എന്നെ പ്രകോപിക്കാൻ വേണ്ടി നിങ്ങളുടെ ഗൂഢാലോചന നടക്കൂല. പിണറായി വിജയൻ ആയിരിക്കണമായിരുന്നു ഏഷ്യാനെറ്റ് മാപ്രയോട് കോപിച്ചു, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി എന്ന രീതിയിലൊക്കെ ഈ വാർത്ത വന്നേനെ. പക്ഷെ കേരളത്തിലെ മുഖ്യധാര മാപ്രകൾക്ക് മാസപ്പടിയും പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവെന്ന എന്നോട് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ വിനീതരായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി അവർ ചെയ്തു കൊടുക്കുന്ന സഹായം വെറുതെ അല്ല. ഇതങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, വാർത്താ സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ നേരത്തെ അയച്ചു കൊടുക്കുന്ന ചോദ്യാവലി കൃത്യമായി ചോദിക്കുന്നവർക്കും ഒപ്പം തന്നെ കുഴപ്പത്തിലാക്കാത്ത മാപ്രകളിൽ അദ്ദേഹത്തിന് പ്രീതി വാരിക്കോരി വിതരണം ചെയ്യും. അതായത് ആ വാർത്താ സമ്മേളനത്തിന് ശേഷം എനിക്ക് വേണ്ടി സഹായം ചെയ്തവർക്കെല്ലാം 5000 രൂപ വരെ പോക്കറ്റ് മണി കിട്ടാറുണ്ടെന്നാണ് അടക്കം പറച്ചിൽ. അതായത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എനിക്ക് അനുകൂലമായിട്ട് നിലകൊള്ളുന്നവർക്ക് ഗുണമുണ്ടാകുമെന്നുള്ള ഉറപ്പ് പ്രതിപക്ഷ നേതാവ് കൊടുത്തിരിക്കുന്നു. മുതലാളിക്ക് മാത്രമല്ല, ഇങ്ങ് ഫീൽഡിൽ വരുന്നവന് വരെ അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ധാർഷ്ട്യം എന്താണ്, ധിക്കാരം എന്താണ് എന്നതിനൊക്കെ ഈ അടുത്ത ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ മുഖ്യമന്ത്രിക്ക് നേരെ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ആക്രോശിച്ചപ്പോൾ അതുവരെ ആഘോഷമാക്കി മാറ്റിയവർ ഇന്നിപ്പോ ഒരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചിട്ടാണ് വന്നതെന്നും അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷ ചക്രവർത്തിയോടാണ് ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമില്ല, നിങ്ങൾ എന്നെ കുഴപ്പത്തിലാക്കാൻ വരുന്നു എന്ന ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾക്ക് അത് സാധാരണമാണ്. അത്തരം പ്രവൃത്തി ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിന് പിന്തുണ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ പണം കൊണ്ട് എങ്ങനെയാണ് അടിമ ജോലി ചെയ്യുന്ന മാപ്രകളെ കൂടി ഇവരുടെ പക്ഷത്ത് നിർത്തി വാർത്ത സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടോളണം. ഇതിനപ്പുറത്തേക്ക് വാർത്തയാകണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ ഈ തോന്നിവാസമൊക്കെ ഇരുന്ന് കട്ട് ചെയ്ത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് അഹങ്കാരത്തിന്റെ ആൾരൂപമായിട്ടുള്ള വ്യക്തികളെ പോലും പണം കിട്ടിക്കഴിഞ്ഞാൽ വൈറ്റ് വാഷ് ചെയ്ത് സരസനായിട്ടും സൽസ്വഭാവിയായിട്ടും വിനയാന്വിതനായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത്. നാട്ടുകാരിതൊക്കെ ഒന്ന് കണ്ടിരിക്കണം. കാര്യം ഇങ്ങനെ ചോദ്യങ്ങളോട് അസഹിഷ്ണുത കാട്ടുന്ന വ്യക്തികൾ എന്നിട്ട് ഞാൻ പിണറായിയെ പോലെ അല്ല എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ, ശരീരഭാഷ, അദ്ദേഹത്തിന്റെ ജസ്റ്റേഴ്സ് ഇതെല്ലാം നോക്കിയതിന് ശേഷം അടിമുടി അഹങ്കാരിയായ ഒരു വ്യക്തിയൊക്കെ എങ്ങനെയാണ് മഹാത്മാക്കളായി മാറുന്നതെന്ന് നിങ്ങൾ കണ്ടോളൂ. ഇതാണ് നമ്മുടെ നാട്ടിലെ പ്രമുഖ മാപ്ര വാഷിംഗ് മെഷീനുകൾ.